ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ചീസി ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ലാ പെനോസ് പിസ്സേൻ്റെ അതേപോലെ തന്നെ എക്സാക്റ്റായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ചിക്കൻ പിസ്സേൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്. ആ ഒരു പിസ്സയുമായിട്ട് ഒത്തിരി സിമിലാരിറ്റി ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിത് 2-3 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഈ ഒരു റെസിപ്പിയിലേക്ക് വന്നത്. നല്ല ടേസ്റ്റിയാണ്. കഴിച്ചു തുടങ്ങിയാൽ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് പിസ്സ ബേസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളാംശം ഒന്നും ഉണ്ടാവരുത് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളായിരിക്കണം. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 3/4 ടീസ്പൂൺ ആട്ടോ എടുത്തത്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ആ പഞ്ചസാര ഒന്ന് ഡിസോൾവ് ആവുന്നവരെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ നമ്മൾ ആദ്യമേ ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ഈസ്റ്റിൻ്റെ എന്താ പറയുക, നല്ല ഈസ്റ്റാണോ മോശപ്പെട്ട ഈസ്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആദ്യമേ ചെയ്ത് നോക്കുന്നത്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതങ്ങ് മൂടി വെച്ചേക്കാം. മൂടി വയ്ക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് മൂടി വയ്ക്കണം കേട്ടോ. ഒത്തിരി സമയമൊന്നും വെക്കേണ്ട. ഒരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്കിത് ഇതേപോലെ നല്ല പത വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഈസ്റ്റ് നല്ലതാണെന്ന്. ഡബിൾ ആക്ഷൻ ഈസ്റ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് മൈദ, ഓൾ പർപ്പസ് ഫ്ലോർ, എലൈറ്റിൻ്റെ ആണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് ഇട്ടിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പിസ്സ സീസണിങ് അല്ലെങ്കിൽ ഒറിഗാനോ. ഇപ്പോൾ പിസ്സ സീസണിങ് ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ പിസ്സ സീസണിങ് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതൊരു 3/4 ടീസ്പൂണൊക്കെ ഇട്ട് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഗസ്റ്റിന് വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് കുഴക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈ ഉപയോഗിച്ച് തന്നെ കുഴക്കുന്നത്. ഇതിൽ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തില്ല. ആ ഉള്ള 1/4 കപ്പ് നമ്മൾ ഒഴിച്ചത് തന്നെ നന്നായിട്ട് നെഡ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഡൗ ആയിരിക്കും, കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഈ ഒരു മാവ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്ത് വേറെ മൈദയൊന്നും ഇപ്പോൾ തൂകണ്ട കേട്ടോ. കുറച്ച് എണ്ണ, അതിപ്പോൾ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ മതി, അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ മതി. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. അതും കൂടി എടുത്ത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ നെഡ് ചെയ്ത് ഓയിൽ ഒരുപാട് വേണ്ട, കുറച്ചൊന്ന് കയ്യിൽ തൂക്കിയിട്ട് ഇതേപോലെ വലിച്ച് നെഡ് ചെയ്യുക. ഇതേപോലെ ഒരു സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഇതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് നമ്മൾ ഡൗ ഒക്കെ നെഡ് ചെയ്യുമ്പോൾ ഇതേപോലെ സ്ക്രേപ്പ് ചെയ്ത് അങ്ങ് എടുക്കാൻ നമുക്ക് സഹായിക്കും ഈ സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കാർഡ് എടുത്താലും മതി. അപ്പം നന്നായിട്ട് ഇതേപോലെ ഒരു 10 മിനിറ്റ് നമുക്ക് നെഡ് ചെയ്തെടുക്കാം. കൈക്കൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു 6-7 മിനിറ്റൊക്കെ മതി. ഇല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഡൗ നെഡ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, മാവ് കുഴയ്ക്കുന്ന ആ ഒരു സ്പാങ്കിലിട്ടിട്ട് നമ്മൾ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് ചെയ്താലും മതി. അപ്പം ഞാനിവിടെ ഒരു 7-8 മിനിറ്റ് നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചിട്ട് കൈ കൊണ്ടൊന്ന് പരത്തി, കുറച്ചുകൂടെ ഓയിൽ വെച്ചൊന്ന് പരത്തി ഒരുവിധം ഒന്ന് റൗണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ബൗളിൽ കുറച്ച് ഓയിൽ തിരുമിയിട്ട് ഇതിനകത്ത് വെച്ച് അടച്ച് ഒരു 2 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ബോൺലെസ് പീസിൻ്റെ ഈ പാക്കറ്റിൽ കിട്ടുന്നത് മേടിച്ചു വേണമെന്നില്ല. നമ്മൾ സാധാരണ ചിക്കൻ മേടിക്കുമ്പോൾ അതിൽ നിന്ന് ബോൺസ് ഇല്ലാത്ത പീസ് നോക്കി എടുത്താൽ മതി. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവിൻ്റെ അളവനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി അതിലേക്ക് പിസ്സ സീസണിങ്ങും കൂടി ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ, ഒരു 3/4 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് സോയാ സോസ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം സോയാ സോസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ സോസ് എടുക്കുമ്പോഴും ഡേറ്റൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അത്രയും മതി. ഇനി വിനാഗിരി ഒരു ടീസ്പൂണും കൂടി ഇട്ടിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ ഞാനത് ഇടാൻ മറന്നുപോയി. ആദ്യമേ ഞാൻ മിക്സ് ചെയ്തു. പിന്നെ ഞാൻ ഓർമ്മ വന്നപ്പോൾ ഞാൻ അപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 3/4 ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് പാക്കറ്റിൽ വാങ്ങിയതാണ്, വീട്ടിലുണ്ടാക്കുന്നതായാലും മതി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മിനിമം ഒരു 20 മിനിറ്റ് വെക്കണം കേട്ടോ മാരിനേറ്റ് ചെയ്യാൻ. ഇപ്പോൾ എത്രയോ നേരത്തെ വെക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഓവർനൈറ്റൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ എന്തായാലും അടച്ചു വെക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വെജിറ്റബിൾസ് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഓണിയൻ, ഒരു ക്യാപ്സിക്കം, ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ടൊമാറ്റോയും കൂടി കരുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യം വന്നില്ല. ഉള്ളി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. എളുപ്പമാണ്. ഇങ്ങനെ
ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഉള്ളി കിട്ടേണ്ടത്. അതേ ഷേപ്പിൽ തന്നെ ക്യാപ്സിക്കവും വേണം. അതിൽ നമ്മൾ ആദ്യം ആ മുകൾ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക, പിന്നെ നടുവ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ക്യാപ്സിക്കത്തിലെ വെള്ള ഭാഗമില്ലേ, ആ എരിവ് അധികമുള്ള ഭാഗം അതല്ലെങ്കിൽ എടുത്ത് മാറ്റാം. അരിയും എല്ലാ ഭാഗവും ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് പിന്നെ അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. നീളത്തിൽ ഒന്ന് അരിഞ്ഞിട്ട് ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ചരിച്ച് വെച്ച് അങ്ങ് അരിഞ്ഞാൽ മതി. പെട്ടെന്ന് ആയിക്കോളും, ഒട്ടും പാടുള്ള കാര്യമല്ല. മൊത്തവും ക്യാപ്സിക്കവും അതേപോലെ അരിഞ്ഞവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടൊമാറ്റോ എടുക്കാം. ടൊമാറ്റോ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങോട്ട് അരിയുക. നമ്മൾ വീട്ടിൽ കറിക്കൊക്കെ അരിയുമ്പോൾ എടുക്കുന്ന പോലെ തന്നെ. ഞാൻ ഇതിൽ കുറച്ച് വലിപ്പം കൂടുതലുണ്ട്, പിന്നീട് ഞാനിത് കുറച്ചുകൂടെ പകുതിയാക്കിയിരുന്നു. ഒത്തിരി വലിപ്പം വേണ്ട, വട്ടത്തിൽ അരിഞ്ഞിടുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കാം. വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ഫ്രൈങ് പാൻ എടുത്തു, അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരം സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ മതി, വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. അതിലേക്ക് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എളുപ്പമാണ് ഇത്. പിന്നെ ഇത് ഒത്തിരി അങ്ങോട്ട് കുക്കാവരുത്, ഒരു 3/4 ഭാഗമൊക്കെ ആവാവൂ. കാരണം ഒത്തിരി കുക്കായപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കുമ്പോൾ ഇതൊന്ന് കരിഞ്ഞ് മുരിഞ്ഞ് പോകും. പകുതി ബാക്കിയുണ്ട്, ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ബാച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഒരു സൈഡാവും, അപ്പോൾ നമുക്കൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് പാടായിട്ടുള്ള കാര്യമൊന്നുമില്ല, അധികം എണ്ണയൊന്നും കുടിക്കില്ല ഇത്. നമുക്ക് സെക്കൻഡ് ബാച്ചും കൂടെ ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പ് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാണ്. എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫെർമെൻ്റായ ഡൗ ഇങ്ങനെ എടുക്കാം. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുള്ള ഒരു ഡൗ ഉണ്ടാവും. ഒത്തിരി അങ്ങ് സൈസ് ഡബിളായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ആവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കത് അതിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് വേണ്ടത്. നേരത്തെയിലും സ്റ്റിക്കിനെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, എന്നാലും നമ്മൾ പരത്തുമ്പോൾ ഇത് കൂടും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മൈദ ആ കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് തൂക്കിയിട്ട് ഇതതിൻ്റെ മേലെ ഇട്ട് നമുക്ക് നെഡ് ചെയ്ത് എടുക്കാം. ഇതും നമുക്കൊരു 10 മിനിറ്റ് അതേപോലെ ചെയ്യാം. കൈക്കൊക്കെ കുഴപ്പമുള്ളവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 6-7 മിനിറ്റ് ചെയ്താൽ മതി. നമ്മൾ എത്രത്തോളം നെഡ് ചെയ്യുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ പിസ്സ ബേസ്. ഡോണറ്റിനൊക്കെ നമ്മൾ ചെയ്തില്ലേ, അതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും, അതാണ് കാര്യം. അപ്പോൾ കുറച്ചുകൂടെ മൈദയൊക്കെ തൂക്കി നമ്മൾ ഇതേപോലെ നെഡ് ചെയ്ത് ഇങ്ങനെ നീട്ടി അങ്ങോട്ട് നീട്ടി വലിക്കുക. വേണമെങ്കിൽ 2 കൈ യൂസ് ചെയ്യാം. കൈ നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കൈയുടെ വെള്ളാംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതേപോലെ ആവശ്യത്തിന് മൈദ നമുക്ക് മനസ്സിലാവും, ആ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറി നമുക്ക് നോൺ സ്റ്റിക്കി ആവുന്നത് വരെ ഇതേപോലെ കുഴച്ച് ഇതെടുക്കുക. അപ്പോൾ അത് ഒരുവിധം ആയിട്ടുണ്ട്, ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാനതെടുത്ത് നമ്മുടെ ബൗളിലേക്ക് വെച്ചു. മൈദ തൂക്കിയിട്ട് ബൗളിലേക്ക് വെച്ച് നമുക്കിത് കറക്റ്റ് 2ആയിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു മാവിന്ന് 2 പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ 9.5 ഇഞ്ചസ് ഉള്ള ഒരു പിസ്സ ബേക്കിംഗ് ട്രേ ആണ് എടുക്കുന്നത്. ഇത് ആക്ച്വലി ഓവൻ മേടിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡില്ല, അലുമിനിയം മോൾഡ്, അതെടുക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്താലും മതി, കുഴപ്പമില്ല. അപ്പം ഞാനതിലേക്ക് കുറച്ച് ഓയിൽ വന്നിട്ടിട്ട് എല്ലായിടത്തും ഒന്ന് സ്മിയർ ചെയ്യുന്നുണ്ട്. കൈ വെച്ചായാലും ചെയ്താൽ മതി കേട്ടോ. ഇനി ആ ഒരു പകുതി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ പിസ്സ ട്രേയിലേക്ക് വെക്കാം. എന്നിട്ട് കൈ വെച്ച് ഇതേപോലെ നീട്ടി അപ്പോൾ ഒരു കൈ നമുക്ക് നമ്മുടെ ട്രേയിൽ പിടിച്ച് മറ്റേ കൈ വെച്ച് ചെയ്താലും മതി. ഇതുപോലെ കുറച്ചുകൂടെ ശീലമായിട്ടുണ്ടെങ്കിൽ 2 കൈ ഉപയോഗിക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഇതേപോലെ പരത്തി എടുക്കുക. അപ്പോൾ എണ്ണ തേച്ചതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും, കുഴപ്പമില്ല. നേരെ അങ്ങ് പരത്തി ചുറ്റിച്ച് പരത്തി ഒരു സൈഡിൽ മാത്രം പരത്തിക്കൊണ്ടിരിക്കരുത്. നമ്മൾ ചുറ്റിച്ച് പരത്തി കൊണ്ടുവരുമ്പോഴേക്കും അത് ട്രേയുടെ അറ്റം വരെ എത്തിക്കോളും. അറ്റത്തെത്തുന്ന ആ ഭാഗം നമ്മൾ ഇതേപോലെ അറ്റത്തിനോട് ചേർത്തൊരു കപ്പ് പോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് അതിനകത്ത് തന്നെ ഇരിക്കും. നമ്മൾ ആഡ് ചെയ്യുന്നതൊക്കെ തുളുമ്പിപ്പോവില്ല, പ്രത്യേകിച്ച് പിസ്സ പാസ്ത സോസൊക്കെ നമ്മൾ ഇടുമ്പോൾ തുളുമ്പിപ്പോവില്ല. ഇനി നമുക്ക് ഇത് ഒത്തിരി അങ്ങ് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫോക്ക് വെച്ചിട്ട് ഇതിൽ ഹോൾസ് ഉണ്ടാക്കാം. ഇതേപോലെ എളുപ്പമാണ്. അതും ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പിസ്സ പാസ്ത സോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിസ്സ പാസ്ത സോസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, നമുക്ക് ഇടാം. അപ്പോൾ ആ ഒരു സോസും കൂടെ നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ റൂം ടെമ്പറേച്ചറിലാക്കിയ ചീസ് ഡയറക്റ്റായിട്ട് തന്നെ അങ്ങ് ഗ്രേറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഇതാണ് കുറച്ചും കൂടി എളുപ്പം. ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ പിസ്സ നല്ല ചീസി ആവുള്ളൂ. നല്ലതായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളിയാണ് ഇടുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ഇടാം കേട്ടോ, ഇഷ്ടമുള്ള ഓർഡറിൽ ഇടാം. ഇന്ന ഓർഡറിലോ ഇന്ന ഡിസൈനിലോ ഒന്നും വേണമെന്നില്ല. എല്ലായിടത്തും എല്ലാ വെജിറ്റബിൾസും ഈവൺ ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. അതിനുശേഷം ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഭംഗിയില്ലേ ഈ ഒരു ഷേപ്പിൽ
ഇതുപോലെ അരിഞ്ഞിരിക്കുമ്പോൾ ഈ ഒരു ഷേപ്പാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഭംഗി ഒരു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി നമ്മുടെ ടൊമാറ്റോസും നേരത്തെ പോലെ തന്നെ ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ ക്യാപ്സിക്കം നിങ്ങൾക്ക് റെഡ് കളറിലോ യെല്ലോ കളറിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ എല്ലായിടത്തും ഒരു ഈവനായിട്ട് ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. കാരണം എന്നാലേ കാണുമ്പോൾ അപ്പിയറൻസ് വൈസ് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ചിക്കൻ 1/4 വേവ് മാത്രമായിട്ടുള്ള ചിക്കൻ പീസസാണ്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് കരിഞ്ഞ് മുരിഞ്ഞ് ഇരിക്കില്ല. അപ്പോൾ കഴിക്കുമ്പോൾ രസം ഉണ്ടാവില്ല. അടുത്തത് നമ്മൾ ബ്ലാക്ക് ഒലിവ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. പിസ്സയിൽ ഒലിവ്സ് വരാറുണ്ട്, പക്ഷേ ഇപ്പോൾ നമുക്കിതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടായിരുന്നത് കൊണ്ട് ബ്ലാക്ക് ഒലിവ്സും കൂടെ വയ്ക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ ആ ഒരു ലാ പെനോസ് പിസ്സയുടെ അതേപോലെ തന്നെയാണല്ലോ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തില്ല. ഇനി ഞാൻ കുറച്ച് ഗ്രീൻ ഒലിവ്സ് അതുണ്ടായിരുന്നുകൊണ്ട് വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് ഒലിവ്സ് ഇഷ്ടമാണ് അങ്ങനെ വെറുതെ കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ ഉണ്ട്, അതുകൊണ്ട് വെച്ച് കൊടുക്കുന്നതാണ്. നമ്മൾ വീട്ടിലത്തേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതും കൂടി വെച്ചതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മേലെ ഒന്നുകൂടെ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് തന്നെയാണ്. ഇതിൽ നമ്മൾ വേറെ ചീസ് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഷീറ്റ് ചീസൊക്കെ വേണമെങ്കിൽ ഒരു ഷീറ്റ് ചീസൊക്കെ എടുത്ത് ഒന്ന് 3ആയിട്ടോ 4ആയിട്ടോ ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മൊസറല്ല ചീസ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോഴേ ശരിക്കും ആ ഒരു ടേസ്റ്റ് അറിയൂ. ചീസ് നമ്മളിടുന്ന കാര്യത്തിൽ പിശക്കരുത്. കാരണം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം. ഒന്നും വലുതായിട്ട് ക്ലിയർ ആയിട്ട് പുറത്ത് കാണരുത്. ഈ സമയം നമ്മൾ നമ്മുടെ അവൻ പ്രീഹീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് നമുക്ക് 10 മിനിറ്റ് നമ്മുടെ പിസ്സ ട്രേ അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു 8 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് നോട്ട് ചെയ്യാം. പിസ്സയുടെ നല്ല സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്തൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് തന്നെ കറക്റ്റ് ബേക്ക് ചെയ്യാനെടുത്ത് ചൂടോടുകൂടി ആ പിസ്സയിൽ നമുക്ക് നമ്മുടെ പിസ്സ സീസണിങ് ഒന്ന് നന്നായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഒരിക്കലും നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുൻപ് ഈ പിസ്സ സീസണിങ് നമ്മുടെ പിസ്സേൻ്റെ പുറത്ത് സ്പ്രിങ്കിൾ ചെയ്യരുത്. കാരണം ബേക്ക് ആകുമ്പോൾ അത് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ഓപ്ഷണലാണ്, എന്നാലും തൈം ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. ഇപ്പോൾ ഈ ഇറ്റാലിയൻ റെസിപ്പീസിലൊക്കെ, നമ്മുടെ കേരള റെസിപ്പീസിലൊക്കെ നമ്മൾ കറിവേപ്പിലൊക്കെ ഇടുന്ന പോലെയാണ് അവർ തൈം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒരു നല്ല ഫ്ലേവറാണ്. അപ്പോൾ അതുകൊണ്ട് തൈമും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ ലാ പെനോസ് പിസ്സേൻ്റെ അതേപോലത്തെ പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ. കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പിസ്സ ഉണ്ടാക്കിയത്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഒലിവ്സോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നാൽ പോലും നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു പിസ്സ. അപ്പോൾ നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മുടെ ട്രേയിൽ നിന്ന് അങ്ങ് ഡിമോൾഡ് ചെയ്യേണ്ട. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഡിമോൾഡ് ചെയ്താൽ മതി. നമുക്കൊരു സെർവർ ഉപയോഗിച്ച് പതുക്കെ ഇതിൽ നിന്ന് അങ്ങ് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു എന്താ പറയുക, ഇത്തിരി ചൂടുണ്ടാവും. ആ ചൂടോട് കൂടി തന്നെ നമുക്ക് കട്ട് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ പിന്നെ കട്ട് ചെയ്യാൻ പാടായിരിക്കും. കണ്ടിട്ടില്ലേ, നമ്മൾ പിസ്സ എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് അവർ ചൂടോടുകൂടി തന്നെയാണ് കട്ട് ചെയ്ത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതാണ്, എന്നാലേ ആ ചീസൊക്കെ നല്ല ചീസി ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു പീസ് ഇങ്ങെടുത്തു. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. വീട് നിറയെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ, നല്ല ടെംപ്റ്റിംഗ് ആയിരുന്നു. നല്ല ടേസ്റ്റി പിസ്സയാണ്. കഴിച്ചു തുടങ്ങിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർത്താതെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.